2008 നമ്മൾ മൾട്ടിമീഡിയ ആനിമേഷൻ കോഴ്സ് പഠിക്കാൻ പോണ സമയത്ത് നമ്മളന്ന് വീട്ടിൽ വാങ്ങിയിട്ടുള്ള കമ്പ്യൂട്ടർ ടേബിളാട്ടത് ഡെസ്ക്ടോപ്പ് സിസ്റ്റമാണ് അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ലാപ്പും കാര്യങ്ങളൊക്കെ ആയി, പിന്നെ കുറേ വർഷങ്ങളായല്ലോ ഇപ്പോൾ ഈ ഒരു ടേബിളൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ ഈ ടേബിൾ വെച്ചിട്ട് നമ്മളിന്നൊരു അക്വേറിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ലാപ്പൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ അടിയിൽ ഒരു അക്വേറിയം ഒക്കെ മീനുകൾ ഇങ്ങനെ പോകുന്നൊരു ഫീലൊക്കെ ഉണ്ട്. അതിന് മുകളിൽ നമ്മളിങ്ങനെ ലാപ്പിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനും ഒരു പ്രത്യേക ഒരു ഫീല് കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് അടിമുടി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതൊരു അക്വേറിയാക്കി മാറ്റാൻ പോകുന്നു. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ആദ്യം തന്നെ നമ്മുടെ ടേബിൾ നമ്മൾ ഫ്രീ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ CPU UPS ഒക്കെ ഇരുന്നുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ മുകളിലത്തെ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു ടേബിൾ ഷീറ്റ് പോലത്തെ സംഭവം, ഈ സംഭവം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് എടുക്കാൻ പോകട്ടെ. രണ്ട് സൈഡിലും സ്ക്രൂ വെച്ചിട്ടാണ് ഇത് ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്ക്രൂ കൊണ്ട് എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ മുകളിലത്തെ ഭാഗമുണ്ട് ഊരി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ടെൻഷനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിന് പിടുത്തമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്നുണ്ടല്ലോ, ഈ രണ്ട് സൈഡിലുള്ള ഈ മരത്തിനും പിടുത്തമുള്ളത് ഈ ഒരൊറ്റ ഫ്രെയിം മാത്രമാട്ടോ. ബാക്കി ഈ ഭാഗത്ത് വരുന്ന ഇത് നമ്മുടെ കീബോർഡിൻ്റെ ഏരിയയാണ് വരുന്നത്. പക്ഷേ ഇതിന് ശരിക്കും പിടുത്തവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ കീബോർഡിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ ഷെൽഫ്, അത് നമ്മളോട് ഊരിയെടുക്കുക കേട്ടോ. ഇതിന് ഒരു ക്ലിപ്പ് ഉണ്ടായിരിക്കും സൈഡിൽ, അതുകൊണ്ട് അമർത്തി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഓക്കെ, നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കീബോർഡിൻ്റെ ഇവിടെ വെക്കാൻ പറ്റിയ സൈസിന് കറക്റ്റായിട്ട് നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മൾ പ്ലൈവുഡ് ഉണ്ടല്ലോ, പ്ലൈവുഡിൻ്റെ വേറൊരു ഐറ്റം മെറ്റീരിയലാണ് ഇത്. ഹാർഡ് ബോർഡാണ്, അല്ല നമ്മൾ ഈ ഇൻറ്റീരിയർ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരം മെറ്റീരിയലായിട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പീസുകളൊക്കെ നമ്മുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഷീറ്റ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ കീബോർഡ് നമ്മൾ ഊരി വെച്ചില്ല, കീബോർഡിൻ്റെ ആ ഒരു ഷെൽഫ്, ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കീബോർഡിൻ്റെ അടിവശം വരുന്ന ഏരിയ കേട്ടോ. അതായത് ഇത് ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊരു ബലം കിട്ടണം, സപ്പോർട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പീസ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് 2 പീസ് ഇവിടെ കൊടുക്കുക. ഇനി നമ്മൾ നേരിട്ട് എന്ത് ചെയ്യണം, ഇതിലൊക്കെ ആയിട്ട് ആണി അടിച്ച് കൊടുക്കാൻ പോകട്ടോ. അങ്ങനെ നമ്മൾ ഇതിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുകൾ വശത്തു നിന്നാണ് ആണി നേരെ താഴേക്ക് കൊടുത്തത്. ഈ ആണി അടിക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ മെറ്റീരിയൽ നല്ല പഴക്കമുണ്ടല്ലോ, അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ വിള്ളലൊക്കെ വരുന്നുണ്ട് ആണി അടിക്കുന്ന സമയത്ത്. ആണി ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്രൂ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആണി കടിച്ച് എല്ലാം കണ്ടു. ഇപ്പം നല്ല ബലം കിട്ടും ഇവിടെ ഇതിന്. അപ്പോൾ ഇതിന് മേലെ വെള്ളത്തിൻ്റെ ലോഡ് വന്നു കഴിഞ്ഞാലും ഇതുകൊണ്ട് മറിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഇല്ല. ഇനി നമ്മൾ നേരിട്ട് എന്ത് ചെയ്യണം, ഇതിലേക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കീബോർഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, കീബോർഡ് വെക്കാനുള്ള സംഭവം. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യണം, ടാങ്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടാങ്ക് ഇങ്ങനെ ആവശ്യത്തിന് നമുക്കിങ്ങനെ നീക്കാനും കാര്യങ്ങളൊക്കെ പറ്റൂട്ടോ. നമ്മൾ ഈ കീബോർഡിൻ്റെ ഈ ഒരു ഷെൽഫ് ഇവിടെ ഫിക്സ് ചെയ്ത സമയത്ത് ഇവിടുന്ന് കൈ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലേ ഇവിടെ ഒരു താഴ്ച ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. കാരണം ഇവിടെ പിടുത്തമൊന്നുമില്ല കേട്ടോ. കാരണം ഇവിടെ കീബോർഡിൻ്റെ ഒരു ഏരിയ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നു, എക്സ്ട്രാ നമ്മളിപ്പോൾ ഇങ്ങോട്ട് ആഡ് ചെയ്തതാണ്. കാരണം നമ്മുടെ ടാങ്ക് ഈ ഏരിയക്കും കൂടി വൈഡാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു തൂക്കം വരുന്നുണ്ട്, ഇങ്ങനെ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ താഴെ കണ്ടില്ല ഈ തലക്ക് നമ്മളൊരു എക്സ്ട്രാ ആയിട്ട് നമ്മളിവിടെ ഒരു ഇത് കൊടുത്തിട്ടാ ഒരു കഷ്ണം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കീബോർഡിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് നേരിട്ട് വന്നിട്ട് ഇതിൽ വന്ന് നിൽക്കും. അപ്പോൾ ഇവിടുന്ന് ഇനി വെള്ളത്തിൻ്റെ ലോഡ് വന്നു കഴിഞ്ഞാൽ അത് നേരിട്ട് ഇങ്ങോട്ട് വീഴുന്ന സാഹചര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ നമ്മളിത് കൊടുത്തത്. അപ്പോൾ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരു സപ്പോർട്ട് തന്നെ ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ടാങ്ക് സെറ്റപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രെയിമാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഏകദേശം 52 സെൻറ്റിമീറ്റർ നീളമുണ്ട്, 38 സെൻറ്റിമീറ്റർ വീതിയുണ്ട്. ഹൈറ്റ് നമുക്ക് വരുന്ന ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ 11 സെൻറ്റിമീറ്റർ ഹൈറ്റ് കിട്ടണം. കാരണം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഗ്ലാസ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ മുട്ടിയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് നിർത്തണം. നമ്മളങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ വുഡനുകൊണ്ട്. ഇനി ഇതിനകത്താണ് നമ്മൾ ഷീറ്റ് ഇറക്കി വിടാൻ പോകുന്നത്. ഇവിടെ താഴെ കാണുന്ന ഈ കീബോർഡ് വെക്കുന്ന ഈ സ്പേസ് ഉണ്ടല്ലോ, ഇതിന് മുകളിൽ നമ്മൾ ജസ്റ്റ് ഇനി ഇത് ഈ ഷേപ്പ് ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിങ്ങനെ വെച്ച ശേഷം ഇതിൽ ഷീറ്റ് വെച്ച് വെള്ളം നിർത്തുക. എന്നിട്ട് നമ്മൾ കീബോർഡ് ഉണ്ടല്ലോ, കീബോർഡ് നമുക്ക് ഇങ്ങോട്ട് വലിക്കണം. അതായത് വലിക്കുന്ന സമയത്ത് ഈ അക്വേറിയം അതായത് മൊത്തത്തിൽ ഉണ്ട്. കാരണം ഇതിന് മേലെ ഗ്ലാസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് തീറ്റ ഇട്ട് കൊടുക്കൽ, മീനിന് തീറ്റ ഇട്ട് കൊടുക്കൽ
ഒരു വെല്ലുവിളിയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ നീക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വേറൊരു പണി കിട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടുന്ന് ഈ ക്ലിപ്പും വന്ന് പിടുത്തം വിട്ടിട്ടുണ്ട്. കാരണം ഇത് പിടുത്തം വിടാനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ഈ ടേബിളിന്റെ ടോപ്പിൽ ഇവിടെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു. ഈ ഷീറ്റ് എടുത്ത സമയത്ത് തന്നെ ഇവിടുത്തെ ബലക്കുറവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് അകൽച്ച ഫീൽ ചെയ്ത്, ഈ അകൽച്ച ഫീൽ ചെയ്ത കാരണം തന്നെ ഇതിനകത്ത് ഈ വെയിറ്റും കൂടി വന്നപ്പോൾ ഇത് കുറച്ചുകൊണ്ട് മാറി നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ എന്തെങ്കിലും കയറോ എന്തെങ്കിലും കെട്ടി കൊടുത്തിട്ട് നമ്മൾ ഇത് അടുപ്പിച്ച് നിർത്തണം, എങ്കിലും നമുക്കിത് സക്സസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ഓട്ട ഉണ്ടായിരുന്നു കേട്ടോ, ആ ഓട്ടയിൽ കൂടെ നമ്മളൊരു കയറിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കയറിൻ്റെ എൻഡ് ഉണ്ടല്ല നമ്മളിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ. ഇനി അതേപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ ഇവിടെ ഒരു ഓട്ട ഉണ്ട്. ഇതൊന്നും നമ്മൾ ഇട്ട് കൊടുത്തല്ല, നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇനി ഇത് പിടിച്ചിട്ട് നന്നായിട്ട് വലിക്കുക കേട്ടോ. അത് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അകൽച്ച ഇവിടെ ഒഴിവാക്കി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല ടൈറ്റിൽ വലിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കയറിട്ട് നന്നായിട്ട് ടൈറ്റിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അകൽച്ച ഒഴിവാക്കി കിട്ടി. ഇപ്പോൾ നമുക്ക് ഈ ഒരു ട്രേ കറക്റ്റ് ആയിട്ട് കിട്ടില്ല, ഇങ്ങനെ വലിക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഇങ്ങനെ വെയിറ്റ് കൂടുന്ന സമയത്ത് വലിക്കുന്ന സമയത്ത് ഒരു സൈഡ് ഇങ്ങനെ പോകുന്നൊരു പ്രോബ്ലം ഉണ്ടായിട്ടാ. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ സ്ട്രക്ചർ വർക്കൊക്കെ കംപ്ലീറ്റ് നല്ല രീതിയിൽ തന്നെ തീർക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഫ്രെയിം ഇതാ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. കാരണം വെച്ചാൽ നമുക്ക് ടാങ്ക് നിർമ്മിക്കണം. അപ്പോൾ കുറച്ച് ചെറിയൊരു വെല്ലുവിളി ഉണ്ട്. കാരണം ഇതിൻ്റെ അടിത്തട്ടിൽ ഒന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ട ഷീറ്റിൻ്റെ മുകളിലാണ് ഈ ടാങ്കിൻ്റെ ബേസ് വരിക. അപ്പോൾ നമ്മളിനി ഇതിനകത്ത് ഷീറ്റ് വിരിക്കാൻ പോവാണ്. ആദ്യം നമ്മൾ വിരിക്കുന്ന ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേസ്റ്റ് കവർ ഉണ്ടല്ലോ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാട്ടോ. അതെന്തിനാ വെച്ചാൽ നമുക്ക് ആ ഒരു ടാങ്കിൻ്റെ ഒരു ഫീല് കിട്ടാൻ, അതായത് ബ്ലൂ കളർ ഫീല് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലൂ ഷീറ്റ് യൂസ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല ചെറിയ രീതിയിൽ ഒരു പ്രൊട്ടക്ഷനും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ബ്ലൂ കളർ ഷീറ്റ് ഇവിടെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വേറൊരു ഷീറ്റാണ് വിരിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഷോപ്പുകളിൽ നമുക്കൊരു 80 രൂപ മുതൽ 100-150 രൂപ റേഞ്ചിലൊക്കെ കിലോന് വില വരുന്ന ഷീറ്റാട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് നമ്മളിനി നല്ല രീതിയിൽ വിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, ഒരു ഗ്ലാസ് പോലത്തെ എഫക്റ്റ് വരുന്നതാണ്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഇതിൻ്റെ അടിയത്ത് ആ ഒരു ബ്ലൂ കളർ നല്ല രീതിയിൽ കിട്ടും. അതിനാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയലിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ശരിക്ക് എല്ലാ സൈഡിലും വിരിച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഷീറ്റ് വിരിച്ചിട്ട് ഇങ്ങനെ ആണി അടിക്കട്ടെ. ഈ ആണി അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആണിയുടെ ടോപ്പിലൊക്കെ ഇതേമാതിരി ഒരു സംഭവം ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലേക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ സേഫായിട്ട് നിൽക്കും. മറ്റേത് ഈ ആണിയുടെ ഈ ഒരു മുട്ടുണ്ടാവില്ല മുകളിൽ കാണാം, അതിൽ കൂടി പ്ലാസ്റ്റിക്കിൻ്റെ കവർ കീറി പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സേഫായിട്ട് ആണി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഷീറ്റ് ഇരിക്കൂട്ടാ. അതിന് വേണ്ടിയിട്ടാണ് ഇത്. അങ്ങനെ നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, ആണിയൊക്കെ കൊടുത്ത് നമ്മൾ ഷീറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിവശം നോക്കിയിട്ടുണ്ടപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഷീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഈ ടാങ്കിൻ്റെ അടിവശത്ത് ഉള്ള സംഭവം ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് ഇരിക്കുന്ന ഈ ഒരു സ്പേസ് ആട്ടോ. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഈ ടാങ്കും ഈ ഫ്രെയിമും അടക്കം സെറ്റ് ചെയ്ത് നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ കീബോർഡിൻ്റെ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ കയറ് കെട്ടിക്കൊടുത്ത കാരണം ചെറിയൊരു ടൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളി, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഈ കീബോർഡ് കൊണ്ട് വലിക്കുന്ന സമയത്ത് കയറ് ഒരു വിഷയമാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കയറ് ഇവിടെ പൊക്കി കൊടുക്കാനുള്ള എന്തെങ്കിലും സംഭവം സൈഡിൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും കേട്ടോ. കാരണം പൊക്കി നിർത്തേണ്ടി ഒരു കയറ്. നമ്മൾ ഈ കയറിൻ്റെ താഴെ ഇവിടെ ഒരു നെറ്റ് കൊടുത്ത കാരണം തന്നെ കയറ് ജസ്റ്റ് ഒന്ന് പൊന്തി കിട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കീബോർഡ് വലിക്കുന്ന സമയത്ത് അത്ര വലിയ സീനില്ലാതെ കണ്ടില്ലേ, ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ടാങ്ക് സെറ്റ് ചെയ്ത് വെള്ളം നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ ഒന്നും കൂടി ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റ്സ് തന്നെ വേണം. ഇത് നമ്മുടെ ഫോക്സ് സ്റ്റൈലിൻ്റെ പ്ലാന്റ് ആട്ടാ. അപ്പോൾ ചെറിയൊരു കഷ്ണം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്തൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടി കേട്ടോ. കണ്ടില്ലേ, പ്ലാന്റ് ഇട്ടപ്പോൾ തന്നെ ടാങ്കിയുടെ ഒരു ഭംഗി ഒന്നും കൂടി മാറി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്ലവർ പായലായിട്ടുള്ള സംഭവം 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പ്ലാന്റ്സ് ആയിട്ടും ഈ ടാങ്കിൽ യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമാണ്. ഇത് നമ്മുടെ പർപ്പിൾ മൊസൈക്ക് ഗപ്പി കേട്ടോ. ഈ ഒരു ടാങ്ക് നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് തന്നെ മുമ്പ് ചെയ്തിട്ടുള്ളൊരു ടാങ്കാണ്. നമ്മുടെ ബാഗ് ഉണ്ടല്ലോ, ട്രോളി ബാഗിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ടാങ്കാണിത്. അപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് ഗപ്പികൾ ബ്രീഡായിട്ട് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ടാങ്കിലെ കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് സെറ്റ് ചെയ്ത ടാങ്കിലേക്ക് മാറ്റാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ നോക്കാൻ പറ്റും, ഗ്രോത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ എത്ര കൗണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് ഈ ഒരു ടാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നും കൂടി നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഓരോന്ന് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ എണ്ണീട്ട് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ടാങ്കിനകത്ത് നമ്മൾ 3 ഫീമെയിലിനാണ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്, 2 മെയിലും. ഇപ്പോൾ ബ്രീഡായിട്ട് അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട് തോന്നിട്ട്. ഇവിടെ ഒക്കെ കുഞ്ഞുങ്ങളിങ്ങനെ നടക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടാങ്കിൽ കണ്ടില്ലേ, ഇവിടെ ഒരാളിങ്ങനെ പോകുന്നത്, ഈ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഇനിയും കളക്ട് ചെയ്യുകയാണെങ്കിൽ 10-20 മുകളിൽ എങ്ങനെയായാലും ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ടോട്ടലായിട്ട് ഇപ്പോൾ ഇന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു 15 കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനും കൂടുതൽ കുഞ്ഞുങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ടാങ്കിൽ അവരെ വളർച്ചയെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങൾ നമ്മൾ ഓവറാക്കിയിട്ട് ടാങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഒരു 15 പർപ്പിൾ മുസൈക്കിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള 15 പർപ്പിൾ മുസൈക്കിൻ്റെ കുഞ്ഞുങ്ങൾ, അതായത് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ദിവസങ്ങളായിട്ടുള്ള, ഒരാഴ്ച ഒന്നും ആയിട്ടുള്ള, 2-3 ദിവസം പ്രായമായിട്ടുള്ള പർപ്പിൾ മുസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെയാണ് നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടർ ടേബിള് നമ്മളിതാ അതിൻ്റെ ടോപ്പ് വശം ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ നമുക്ക് ഇനി ഗ്ലാസ് വിരിക്കാണ്ട് കേട്ടോ. ഗ്ലാസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഗ്ലാസ് വിരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടല്ലോ, ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഇവിടെ കുറച്ച് കനത്തിലിടാണ്ട് കേട്ടോ. 2 കയറുണ്ട് ഇവിടെ. ഈ കയറ് കെട്ടിയ കാരണം തന്നെ ഇതിമോ ഒന്ന് ഗ്ലാസ് ഇരിക്കും. അപ്പോൾ ഈ കയറിനേക്കായി ഹൈറ്റിൽ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ എല്ലാ സൈഡിലും പൊക്കാന്ന് വിചാരിച്ചു. പിന്നെ ഗ്ലാസ് ഇരിക്കുമ്പോൾ സേഫായിട്ട് തന്നെ ഇരിക്കും ചെയ്തോളും. നമ്മുടെ പർപ്പിൾ മുസൈക്കിൻ്റെ ഗപ്പി കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ ടാങ്കിൽ. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഗ്ലാസ് വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കാണുമ്പോൾ ഇപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ ഒരു കാഴ്ചയിലൊക്കെ നമുക്കൊരു സെറ്റാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധാരണ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ടേബിളൊക്കെ ആകുമ്പോൾ ഒരു കമ്പ്യൂട്ടർ വേണം, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് അറേഞ്ച്മെൻറ്റ്സ് സെറ്റ് ചെയ്ത് നോക്കാം, എത്രത്തോളം ഭംഗി കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടിയതാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയത് നമ്മൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് വരുന്ന സമയത്ത്, ഓവർ വെയിറ്റൊക്കെ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന സമയത്ത് ഇവിടെ പിടുത്തമില്ല, ഇവിടെയാണ് പിടുത്തമുള്ളത്. അപ്പോൾ അതിനകത്ത് ഓവർ വെയിറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളം ചാടാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ സ്റ്റിക്കർ നമ്മളിവിടെ ഒട്ടിച്ച് കൊടുത്തത് ഒരു അഭംഗി അയക്കണോ എന്നൊരു സംശയമുണ്ട്. ഈ കളർ ഇട്ടാൽ വേറെ കളറൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ ടേബിള് ഈ ഒരു രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ ഇതിന്റെ മുകളിൽ വെച്ച് അതുപോലെ തന്നെ ബാക്കി കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ വെച്ചപ്പോൾ ശരിക്കും നല്ല രീതിയിൽ തന്നെ ഭംഗിയിൽ നമുക്കിത് ഫീൽ ചെയ്യുന്നത്. നമുക്ക് വർക്ക് ചെയ്യാനാണെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, താഴെ നമുക്ക് മീനിനെ കാണാൻ പറ്റും. ഈ ടാങ്കിനകത്ത് നമുക്ക് ഈ പ്ലാറ്റി അതുപോലെ തന്നെ മറ്റ് ഗപ്പികളാണെങ്കിൽ വലിയ സൈസുള്ള ഗപ്പികൾ, കോഴിക്കാർപ്പൊന്നും പറ്റില്ല, വലിയ സൈസുള്ള കോഴിക്കാർപ്പും നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ചെറിയ മീനുകളുണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയില്ല. ഫൈറ്റർ ആണെങ്കിൽ ഒരു മെയിലിനൊക്കെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ അവർക്ക് നല്ല ഓടി നീന്തി തുടിക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കും. അപ്പോൾ വലിയ കളർ മീൻ ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഫാമിംഗ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 15 പർപ്പിൾ മൊസൈക്കിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു ടാങ്കിലേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ഡെയിലി ഫീഡൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ വളർച്ചയും നമുക്ക് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗപ്പീസിന് തീറ്റ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡ് നമ്മൾ കുറച്ചുകൂടി നീക്കട്ടെ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചേരം കൂടുതൽ സമയം എടുത്തെടുക്കാം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടി തീറ്റ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ സ്റ്റാൻഡ് കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്തത്. പിന്നെ ഇതിന്റെ വെയിറ്റ് നല്ലതായിട്ട് ചെന്ന കാരണം ഇപ്പൊ 2 സൈഡിലും ക്ലിപ്പിൽ നല്ല ലോഡ് വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ സെന്ററിൽ അടിവശത്ത് കൈ താങ്ങി കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കേണ്ടി വരും. പിന്നെ വെള്ളത്തിന്റെ ലോഡ് കൂടി ആയ കാരണം നല്ല വെയിറ്റ് ഉണ്ടാവും. ഇതാണ് ഇപ്പൊ ടെൻഷൻ പിടിച്ച പരിപാടി. അപ്പൊ ഈ ഒരു രീതിയിൽ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ തന്നെ തീറ്റ കൊടുക്കാം. കൈ ആകത്തേക്ക് നന്നായിട്ട് ഇടാൻ പറ്റില്ല. ഈസി ആയിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റൂട്ടാ. കാരണം എന്താ വെച്ചാൽ ഇനി നമ്മൾ കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ സംഭവം പൊട്ടി പാളിസാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ ബീറ്റാ പോസ്റ്റ് ലാർവീവ പൗഡർ ആട്ടാ. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇതാണ് കൊടുക്കാൻ പോകുന്നത്. ചെറിയൊരു അളവിൽ കുറച്ച് എടുത്താൽ മതി, കൂടുതലൊന്നും എടുക്കണ്ട. എന്നിട്ട് നമുക്ക് ഇതിനുള്ള കൂടെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഈ ഒരു നമ്മുടെ ഈ ടേബിൾ സ്റ്റാൻഡ് ഏകദേശം 10 കൊല്ലത്തിന് മുമ്പ് പഴക്കമുള്ള സംഭവമാണ്. അപ്പൊ ഇതിന്റെ ഉറപ്പ് എത്രത്തോളം ഉണ്ട്, എത്ര ആയുസ് ഇനിയിപ്പോ ഈ ഒരു സെറ്റപ്പിന് കിട്ടും എന്നുള്ളതിന്റെ ഒരു ചെറിയ ടെൻഷൻ മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ഇനിയിപ്പോ ഫീഡ് ചെയ്ത് മുന്നോട്ടുള്ള നമ്മുടെ കാഴ്ചകൾ, മൈ ഫാമിങ്ങിന്റെ കാഴ്ചകൾ തീർച്ചയായിട്ടും ഇതിന്റെ അപ്ഡേഷനൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക. പക്ഷേ നമുക്ക് മൈ ഫാമിലിയിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.